നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആവേശോജ്വലമായിട്ടുള്ള ജനങ്ങളുടെ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ഈ കൺവെൻഷൻ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൺവെൻഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നാളികേര വികസന ബോർഡ് അംഗവുമായ ശ്രീ കെ നാരായണൻ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹം കുറേ ദിവസമായി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ നാരായണൻ മാസ്റ്ററെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ പ്രമീള ദേവി, നേരത്തെ PSC അംഗവും എഴുത്തുകാരിയും പ്രഗത്ഭ വാഗ്മിയുമൊക്കെ ആയിട്ടുള്ള ശ്രീ പ്രമീള ദേവി നമ്മുടെ സ്ഥാനാർത്ഥിയെ അനുഗ്രഹിക്കാൻ, നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കോട്ടയത്ത് നിന്ന് തന്നെ അതിരാവിലെ പുറപ്പെട്ട് സംസാരിച്ചില്ലേ നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാന്യയായ ഡോക്ടർ പ്രമീള ദേവിയെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേശീയ സമിതി അംഗം, അദ്ദേഹം നമ്മുടെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് കോഴിക്കോട്ട് കാണാത്തത്, അദ്ദേഹം വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഇൻചാർജ് എന്നുള്ള നിലയിൽ ബഹുഭൂരിപക്ഷം സമയവും വടകരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ പി ശ്രീശൻ മാസ്റ്ററെ, ദേശീയ സമിതി അംഗം ശ്രീ കെ പി ശ്രീശൻ മാസ്റ്ററെ നിരാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി രഘുനാഥ്ജി, അദ്ദേഹത്തിന് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ചാർജാണ്. അതുകൊണ്ടാണ് നമ്മളെ ഇടയിൽ അധിക സമയം കാണാത്തത്. എന്നാലും അവിടെ നിന്ന് ഓടി പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി രഘുനാഥ് അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NP രാധാകൃഷ്ണൻജി നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അദ്ദേഹവും ഈ വേദിയിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ കൺവെൻഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അദ്ദേഹം നമ്മളിൽ ഒരാളായിട്ട് വളണ്ടിയറായിട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ശ്രീ MD രമേശ് അവർകളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിക്കും NDAയ്ക്കും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ വേദിയിൽ ഇന്നെത്തിയിരിക്കുന്ന മറ്റൊരു വിശിഷ്ട അതിഥി IRS റിട്ടയർഡ് ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണർ ശ്രീ PN ദേവദാസ് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് വിഷയം
നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ഘടകകക്ഷി നേതാക്കൾ, കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്ത്, KKCയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KE ലത, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MN ഗിരി, കാമരാജ് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ജയേഷ് നെല്ലിയാലിൽ, SJDയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വിജയൻ താനാലിൽ, NKCയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ AC സുധീന്ദ്രനാഥ്, LJSPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഷനൂപ് താമരക്കുളം, BDJSന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ണി കരിപ്പാലി, മറ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ മേഖലാ ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, എല്ലാറ്റിലും ഉപരി ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഘടകകക്ഷിയുടെയും പ്രിയങ്കരനായിട്ടുള്ള സഹപ്രവർത്തകന്മാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം, സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ K നാരായണൻ മാസ്റ്റർ അവരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരാൾക്കും കൂടെ സ്വാഗതം പറയാണ്ട് നമ്മുടെ RLJP, നമ്മുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള RLJPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അരുൺകുമാർ കാളക്കണ്ടി അവർകളെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം കോഴിക്കോട് ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനത്തിനിവിടെ എത്തിയ സമകാലിക കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട PC ജോർജ് അവർകൾ, സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ, ശുദ്ധ മലയാളത്തിൻ്റെ, പോരാട്ട വീര്യത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി MT രമേശ് ജി, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുൻപിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനകീയമായ പദ്ധതികളെ കുറിച്ച് ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടിരിക്കെ നിർത്തിവെക്കേണ്ടി വന്ന വളരെ പ്രിയങ്കരിയായ നമ്മുടെ പ്രമിള ദേവി ചേച്ചി, സംസ്ഥാന ഉപാധ്യക്ഷൻ, കോഴിക്കോടിന്റെ മണ്ണിൽ പ്രസ്ഥാനത്തിന് വേര് നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ P രഘുനാഥ് ജി, പ്രിയങ്കരനായ നമ്മുടെ വക്താവ് ശ്രീ പത്മനാഭൻ, OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NP രാധാകൃഷ്ണൻ അവർകൾ, ഘടകകക്ഷി നേതാക്കളായ ഗിരി പാമ്പനാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി BJP ശ്രീ M മോഹനൻ മാസ്റ്റർ, LJSP R വിഭാഗം ഷനൂപ് താമരക്കുളം, AC സുധീന്ദ്രനാഥ് NKC ജില്ലാ അധ്യക്ഷൻ, വിജയൻ താനായിൽ SJD ജില്ലാ അധ്യക്ഷൻ, ശ്രീ ഗോപാലൻ JRP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീമതി അഡ്വക്കേറ്റ് ലത കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, സന്തോഷ് കാളിയത്ത് കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, ശ്രീ ജയേഷ് നീലിയാൽ കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ശ്രീ MN ഗിരി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതിലുപരിയായി ഈ മുതലക്കുളം മൈതാനിയിൽ ഈ സായം സന്ധ്യയിൽ സംബന്ധിച്ചിരിക്കുന്ന
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാജ്യത്ത് ആകമാനം തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയർന്നിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സത്യത്തിൽ ഒരു മഹോത്സവമാണ്. രാജ്യത്തിന്റെ ലോകത്തിന്റെ ജനതാൽപര്യങ്ങൾ നിലനിൽക്കാൻ ജനാധിപത്യം പുലരേണ്ടതുണ്ട്. നമുക്കറിയാം 2024 എന്ന് പറയുന്നത് ആ മഹോത്സവത്തിന്റെ വർഷമാണ്. ലോകത്ത് 10-36 വരുന്ന രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് 2024. നമുക്ക് തൊട്ടടുത്ത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ഒട്ടേറെ രാജ്യങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങൾ നടക്കാൻ പോവുകയാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വളരെ പ്രധാനമായ ജനാധിപത്യ പോരാട്ടത്തിലെ ലോക ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഭാരതത്തിൽ 3ാം തവണയ്ക്ക് വേണ്ടി ശ്രീ നരേന്ദ്രദാസ് ദാമോദരൻ മോദിക്ക് വേണ്ടി പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ ജനവിധി തേടുന്ന തെരഞ്ഞെടുപ്പ് അതിലെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. ഞാനിത് പറയാൻ കാരണം, ജനാധിപത്യം ലോകത്തുള്ള ഭരണക്രമങ്ങളിൽ ഏറ്റവും ശക്തവും ഏറ്റവും മികച്ചവുമാണ്. ഇന്ന് രാജ്യത്ത് നിലവിലുള്ള എല്ലാ ഭരണ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ചും ജനങ്ങളുടെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഭരണക്രമം ജനാധിപത്യ ഭരണം തന്നെയാണ്. പക്ഷേ കാലങ്ങളായി ലോകത്ത്, വിശേഷിച്ച് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA മുന്നണിയുമൊക്കെ ആ ഭരണക്രമത്തിന്, ജനാധിപത്യ പ്രക്രിയയ്ക്ക് കളങ്കം ചാർത്തിക്കൊണ്ട്, അപജയം സൃഷ്ടിച്ചുകൊണ്ട് അഴിമതിയുടെ സംവിധാനത്തിലൂടെ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ആ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയ, ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തിയ, അഴിമതി തുടച്ചു നീക്കിയ ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്തുണ്ടായത്. അതുകൊണ്ട് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, ഇന്ത്യയിലേക്ക് നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അഴിമതി ജനാധിപത്യത്തെ കാർന്ന് തിന്നപ്പോൾ കുടുംബവാഴ്ചയിൽ ഈ ജനാധിപത്യ പ്രക്രിയ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വളരാനും വികസിക്കാനുമുള്ള പ്രക്രിയയായി മാറിയപ്പോൾ, ലോകത്ത് മാറിയപ്പോൾ അതിന്റെ ഫോട്ടോസ്റ്റാറ്റായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ പുലർത്തുകയാണ് ഉണ്ടായത്. ആ ജനാധിപത്യത്തെ അഴിമതി വിമുക്തമായി ഞാൻ ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു നയാ പൈസ മോഷ്ടിക്കുകയില്ല, മറ്റൊരാളെയും മോഷ്ടിക്കാൻ അനുവദിക്കുകയുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ 3ാം ഊഴത്തിന് വേണ്ടിയുള്ള പോരാട്ട വീതികളിലാണ് നമ്മൾ. ഈ മീനച്ചൂടിൽ പോലും ആ ചൂടിനെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് നമ്മളേവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രക്രിയ തുടച്ചു നീക്കാൻ നമുക്കേവർക്കും കഴിയണം. ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം ഈ കേരളത്തിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് കേരളത്തിൽ മത്സരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടാനെന്നാണ് ചോദ്യമുണ്ടായിരുന്നത്. ഇന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്, തിരുവനന്തപുരം ജയിക്കുകയില്ലേ, തൃശൂർ ജയിക്കുകയില്ലേ, കോഴിക്കോട് ജയിക്കുകയില്ലേ? പ്രഖ്യാപിക്കപ്പെട്ട മുഴുവൻ സീറ്റുകളിലും എതിരാളികളും മറ്റ് മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്നത് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ വിചക്ഷണന്മാരും വിലയിരുത്തുമ്പോൾ, സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ
നമ്മുടെ നിലപാടുകൾ സത്യസന്ധമായി അഴിമതിക്കെതിരെ നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു എന്ന് തെളിയിച്ചു എന്നാണ് അതിനർത്ഥം. കേരളത്തിന്റെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവർക്കറിയാം, ഇടത് വലത് മുന്നണികളുടെ കളിയാട്ടമായി കളിത്തൊട്ടിലായിരുന്നു ഇവിടെ. മുന്നണി രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായിരുന്നു ഇവിടെ. ഇടത് മുന്നണിയിൽ നിന്ന് ഒരാൾ മാറിയാൽ അയാൾ കോൺഗ്രസ് മുന്നണിയിലേക്ക് പോകും. കോൺഗ്രസ് മുന്നണിയുടെ നേതാക്കന്മാർ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, നയവ്യതിയാനമുണ്ടെന്ന് തോന്നിയാൽ അവർ ചേക്കേറാൻ പോകുന്നത് LDF മുന്നണിയിലാണ്. എന്നാൽ കാലം മാറി. പരിണിതപ്രജ്ഞനായ കേരള രാഷ്ട്രീയത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നൊക്കെ പറയുന്ന കേരളത്തിലെ കെ കരുണാകരന്റെ മകൾ അടക്കമുള്ളവർക്ക് UDF വിട്ടാൽ LDFിലേക്കല്ല, UDF വിട്ടാൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDAയിലേക്കാണ് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. കേരളത്തിന്റെ പ്രമുഖനായ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിലൂടെ KSCയിലൂടെ കേരള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ സീമന്തപുത്രൻ അനിൽ ആന്റണിയും യുവാവാണ്. വളരെ വലിയ വിദഗ്ധനാണ് IT മേഖലയിലൊക്കെ. ഇന്ത്യയുടെ ചിന്തിക്കുന്ന യുവാക്കളുടെ, ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന യുവാക്കളുടെ അഗ്രഗണ്യനായ AK ആന്റണിയുടെ മകൻ, അദ്ദേഹവും പടികയറി വന്നിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൂടെയാണ്. പത്തനംതിട്ടയിൽ അദ്ദേഹം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എണ്ണി ഞാൻ പറയുന്നില്ല. ഒട്ടേറെ പേർ നമുക്കറിയാമല്ലോ, പഴയ കാലത്തൊക്കെ പാർട്ടികളിൽ ലയിക്കുന്നത് കോൺഗ്രസിലും CPMലും ഇടതു മുന്നണികളിലുമാണ്. എന്നാൽ പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകന്റെ കേരള ജനപക്ഷമടക്കമുള്ള പാർട്ടികൾ ഇന്ന് ലയിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. കാരണം മാറ്റമാണ്. മോദി നയിച്ചുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ, നിർധനർക്കും നിരാലംബർക്കും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുന്ന മോദി രാജ്യത്ത് പരിഷ്കാരം കൊണ്ടുവരണം, വികസനം കൊണ്ടുവരണം എന്ന് വരുന്ന കക്ഷികൾ ലയിക്കാൻ വരും. മുന്നണിയിലെ പ്രധാന നേതാക്കൾ വിട്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വരും. അതുകൊണ്ട് കാലം മാറി. പോരാട്ട വീതിയിൽ ഒരു കാലത്ത് ഒറ്റയ്ക്കുണ്ടായിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഒട്ടേറെ 10, 22, 30 ഘടകകക്ഷികളുമായി പോരാടിയിരുന്ന NDA സഖ്യം ഇന്ന് കേരളത്തിലും ഘടകകക്ഷികളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം. നിരന്നു നിൽക്കുന്ന വേദികളിൽ നോക്കിയാൽ ഈ ഘടകകക്ഷികൾ നിറഞ്ഞു നിന്നുകൊണ്ട് ഒട്ടേറെ വലുതും ചെറുതുമായ കക്ഷികൾ ഈ 24 മെയ് മാസം, ജൂൺ മാസം 4-ാം തീയതി കഴിയട്ടെ, കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ഘടന പൊളിച്ചെഴുതുന്ന റിസൾട്ട് ആയിരിക്കും അഖില ഭാരതീയമായി ഉണ്ടാകാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ആ പോരാട്ടത്തിലേക്ക് വേണ്ടി നിങ്ങളേവരെയും സജീവമാക്കാൻ, സക്രിയമാക്കാൻ പറ്റിയ ഒരു കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകാൻ നമുക്കിന്നിവിടെ കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ, മലയാളികളുടെ പ്രതികരണത്തിന്റെ വക്താവായ, ഈ രാജ്യത്ത് അനീതി കണ്ടാൽ ഒന്നും നോക്കാതെ പോരാടുന്ന ബഹുമാന്യനായ PC ജോർജിനെ വളരെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉദ്ഘാടന കർമ്മത്തിനു മുൻപായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് അവർകളെ പുഷ്പഹാരം അണിയിച്ചുകൊണ്ട് ഈ കോഴിക്കോടിന്റെ സ്നേഹ ഉപഹാരം നൽകുന്നു. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തുന്നതിനായി ശ്രീ PC ജോർജ് അവർകളെ ക്ഷണിക്കുന്നു.
കോഴിക്കോട് ലോകസഭ മണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ MT രമേശിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ BJPയുടെയും NDAയുടെയും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഇൻചാർജുള്ള പ്രിയങ്കരനായ K. നാരായണൻ മാസ്റ്റർ, ഇവിടെ എത്തിയിട്ട് സ്വാഗതം ആശംസിച്ച് പറയുക അഡ്വക്കേറ്റ് VK. സജീവൻ, സ്നേഹമുള്ള BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P. രഘുനാഥ്, പ്രിയങ്കരനായ ദേശീയ സമിതി അംഗം ശ്രീശൻ മാസ്റ്റർ, അതോടൊപ്പം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 14ഓളം ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന പ്രിയങ്കരയായ ഡോക്ടർ പ്രമീള ദേവി, സ്നേഹമുള്ള അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, OBC മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ NB രാധാകൃഷ്ണൻ. ഞാൻ ഈ എല്ലാവരുടെയും പേര് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ഇവരൊക്കെ പേര് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയും, അല്ലെ പിന്നെ ഒരു മോശമാണ്. അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കുക. BDJSൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗിരി പാമ്പനാൽ, സ്നേഹമുള്ള LJSPയുടെ ജില്ലാ പ്രസിഡന്റ് ഷെറൂഫ് താമരക്കുളം, NKCയുടെ ജില്ലാ പ്രസിഡന്റ് AC സുധീന്ദ്രനാഥ്, SJD ജില്ലാ പ്രസിഡന്റ് വിജയൻ താനയിൽ, JRP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലൻ, കേരള കാമറാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ലത, കേരള കാമറാജ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, സ്നേഹമുള്ള കാമറാജിൻ്റെ തന്നെ പാർട്ടിയുടെ പ്രിയങ്കരനായ ജയേഷ്, നമ്മുടെ നാഷണൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ MN ഗിരി, അതോടൊപ്പം ഈ വാർത്തകൾ ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ, വിവിധ കക്ഷികളുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, തൊഴിലാളി സഖാക്കളെ, സ്നേഹിതരെ, ഞാൻ ഈ വൈകിയ വേളയിൽ നല്ലവരായ നിങ്ങളുടെ മുമ്പിൽ ഒരപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ രമേശ് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വോട്ട് ചെയ്ത് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മുഴുവനെല്ലാം, നിങ്ങളുടെ അയൽവാസികളും മുഴുവനെല്ലാം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ, ഫോണിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ, കൈകൊണ്ടും കാലുകൊണ്ട് വാങ്ങിയും കാണിച്ച് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ, അവരെ കൊണ്ടെല്ലാം ശ്രീ രമേശിന് അനുകൂലമായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കാൻ നിങ്ങൾ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഒരു സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളെ ഇത്രയും കോട്ടയത്ത് ഇത്രയും അകലം ഈരാറ്റുപെട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങളെ സൂചിപ്പിച്ചിട്ട് എനിക്കെന്തോ കിട്ടാന്. പക്ഷെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഇവിടെ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കാം. ഇവിടെ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ മത്സരരംഗത്തുള്ള ഒരു MP 15 കൊല്ലമായിട്ട് ഈ സേവനമായിട്ട് ഇതിനെ നടക്കുക. അങ്ങനെ കുറേ മരിച്ചു വീട്ടിൽ പോയിട്ടുണ്ട്, കുറേ കല്യാണ വീട്ടിൽ പോയിട്ടുണ്ട്, എനിക്കൊരു തർക്കവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് വേറെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. ഏത് മനുഷ്യരെ കണ്ടാലും നല്ല വാക്ക് പറയുന്നയാളാണ്, എനിക്ക് തർക്കമില്ല, പരാതിയില്ല. അതാണ് ഒരു MP ചെയ്യേണ്ടത്.
ഒരു MP-യുടെ 20 നമ്മുടെ കേരളത്തിൽ 20 MP-മാരുടെയും ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ കോഴിക്കോട്ട് MP-യെ പറ്റി എനിക്ക് പുച്ഛം തോന്നി. 17 കോടി രൂപ അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നത് 7 കോടി രൂപ മാത്രമാണ്. ബാക്കി 10 എവിടെ പറയണ്ടേ? ആ 7 കോടി രൂപയുടെയും കണക്ക് ഇതുവരെയും ഇന്നലെ രാത്രി 7 മണി വരെയും ബഹുമാനായ നമ്മുടെ MP സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് എത്രയോ മോശമായിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണം. അല്ല, നിങ്ങളാരും മിണ്ടുകയല്ല, അതാ കുഴപ്പം. ചോദിക്കണം, എന്താ സുഹൃത്തെ സഖാവി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടതല്ലേ, ഞങ്ങളൊരു മര്യാദ കാണിക്കണ്ടേ? 17 കോടി രൂപ വന്നപ്പം ന്യായമായിട്ട് ആ 17 കോടി എഴുതി ഈ നാടിന് വല്ല ഗുണം ചെയ്യണ്ടേ? നിങ്ങൾ 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തർക്കമൊന്നും ഇല്ല സഖാവേ. പക്ഷേ അതുകൊണ്ട് അവിടുത്തുകാർ ഗുണമുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല സഖാവേ. പക്ഷേ പൊതുവായി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉത്തരം പറയണ്ടേ? നമ്മുടെ മോദിജിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അഭിമാന ബോധത്തോടുകൂടി MP രമേശിന് വോട്ട് ചോദിക്കാൻ കഴിയും കോഴിക്കോട്ട്. നമ്മുടെ ഒറ്റ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ മാഹി പ്രദേശം, അത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല. 16 കിലോമീറ്റർ ആക്കി. കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ 16 കിലോമീറ്റർ ആണ്. ആ 16 മീറ്റർ കഴിഞ്ഞ് 10 കൊല്ലമായി, അല്ല 14 കൊല്ലമായി എന്തായിരുന്നു അവിടെ? വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരെ വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ? ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഗുണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത്? ഇവിടെ മുതൽ 16 കിലോമീറ്റർ മുഴുവൻ വനമായിരുന്നില്ലേ? നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോ അത് ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല സുന്ദരമായ റോഡാണെന്ന് മാത്രമല്ല, ആ റോഡൊന്ന് പോയി കാണണം കാണാത്തവർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ റോഡുകളൊന്നാക്കി ആ റോഡിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അത് നരേന്ദ്രമോദി ചെയ്തതാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. അതല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയോ മറ്റു കക്ഷികളുടെയോ അല്ല, നിങ്ങൾ അറിയണം. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. അതുപോലെ എത്രയോ കാര്യങ്ങൾ ഇവിടെ പറയാൻ കഴിയും. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ LDF സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം ഞാൻ നിയമസഭയിലുള്ളപ്പം മന്ത്രിയായിട്ട് അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി, ഈ കോഴിക്കോടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് നോട്ടീസോട് അറിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് വോട്ട് ചോദിക്കണം. നമുക്കൊരു വിരോധവും ഇല്ല. നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊന്ന് കടക്കാം. ഞാൻ ചോദിക്കട്ടെ, പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചു, അറിയേണ്ട കാര്യമാണ്. ആ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചപ്പോൾ എന്താ പൗരാവകാശ നിയമത്തിൽ പറയുന്നത്? പ്രധാനമന്ത്രി മോദിജി തന്നെ പറഞ്ഞു, അമിത്ഷാ ഈ സഭയിൽ വ്യക്തമായി പറഞ്ഞു, ഇതൊരു മതവിഭാഗത്തെയും അപമാനിക്കാനല്ല. പിന്നെയോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ഓടിച്ച് മർദ്ദനമേറ്റ് മടുത്ത് ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന 2014 മുമ്പ് വന്നിരിക്കുന്ന അതുപോലുള്ള ആളുകൾക്ക് അതില് മതം പറഞ്ഞിട്ടുണ്ട്. ശരിയാ. കാരണം പാകിസ്ഥാനിൽ നിന്ന് ക്രിസ്ത്യാനിയും പാഴ്സിയൻ സിഖിനെ അല്ലാതെ മുസ്ലിമിനെ അടിച്ചോടിക്കുന്നില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് അടിച്ചോടിക്കുന്നില്ല. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് തന്നെ കുഴപ്പത്തിലാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റാളുകളാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയും സിഖ് ഉൾപ്പെടെയുള്ള, പാഴ്സി ഉൾപ്പെടെയുള്ള, ഹൈന്ദവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരാവകാശം കൊടുക്കുന്നു. ഇതാണ് നമ്മൾ മോദി ചെയ്ത ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറയുന്നത്. അതിൽ മുസ്ലിം എവിടെ എന്താ ചോദിക്കുന്നത്? എന്തിനാണ് മുസ്ലിം? മുസ്ലിമിന് കുഴപ്പമുണ്ടെങ്കിലല്ലേ മുസ്ലിമിനെ കൂട്ടേണ്ടത്. അവിടെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണമുണ്ട്.
അവിടെ മറ്റു മതസ്ഥരെയാണ് കൊന്നൊടുക്കുന്നത്. നൂറുകണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനില് 7 ക്ഷേത്രം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ക്ഷേത്രം എവിടെ പോയി? ഈ പറയുന്ന മുസ്ലിം നേതാക്കന്മാർ ബനിയത്തോട് ചോദിക്കുന്നു, എവിടെ പോയി? നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലായിരുന്നു, എവിടെ പോയി? പള്ളിയുടെ ഫോട്ടോ പിന്നെ കുറച്ചുണ്ടായിരുന്നു, അത് മുഴുവൻ അന്നേരം തീർത്ത്. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനും ഉണ്ടല്ലോ. ആ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, സിഖ് ഹരിദ്വാരകൾ എന്ന് വേണ്ട സിഖ് ആരാധനാ കേന്ദ്രങ്ങൾ, പാഴ്സിയുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തില്ലേ? ബംഗ്ലാദേശിലും ഇല്ല, അഫ്ഗാനിസ്ഥാനിലും ഇല്ല, പാകിസ്ഥാനിലും ഇല്ല. അങ്ങനെ വന്ന് കുടിയേറിയ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടി ഒരു പൗരന്മാരാക്കാൻ വേണ്ടിയാണ് പൗരാവകാശ നിയമം ഉണ്ടാക്കിയത്. അത് പറ്റിയില്ലെന്നാ പറയുന്നത്. എന്തിനാ ആരാ വർഗീയത പറയുന്നത്? വർഗീയത പറയുന്ന ആരാ നമുക്ക് നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ എടുക്കാം. LDF UDF ഉണ്ട്. ഈ രാഷ്ട്രീയം മുഴുവൻ ഇത്തവണ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ ഏപ്രിൽ 26 ഇല്ലേ? അത് വെള്ളിയാഴ്ചയായി പോയി. എന്ത് വലിയ സംഭവം എന്നറിയണ്ടേ? പറ്റിയല്ല. ഇതാരാ പറയുന്നത്? അത് പറയുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാരൊക്കെയാ പറയുന്നത്. വിവരമില്ലാതെ പറയുന്ന ആൾ കൂട്ടിയേക്കാം നമുക്ക്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പറയാമോ? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് പരാതിയായിട്ട് ഇറങ്ങാമോ? ആ പരാതിയോടൊപ്പം പിണറായി സഖാവ് ഇറങ്ങിയിരിക്കുന്നു, ഇലക്ഷൻ മാറ്റിവെക്കണം ഏപ്രിൽ 26. വെള്ളിയാഴ്ച പറ്റിയല്ല, തീർത്തില്ല. ഏറ്റവും കൂടിയ വിവരക്കേടിന്റെ പര്യായമായ കോൺഗ്രസ് പാർട്ടി നിവേദനം കൊടുത്തിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്, വെള്ളിയാഴ്ച പറ്റിയല്ല, അതും മാറ്റിവെക്കണം. അപ്പൊ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇവിടുത്തെ UDF, LDF മുഴുവൻ കക്ഷികളും കൂടി കൊടുത്തിരിക്കുന്നു. BJP അല്ലാതുള്ള കക്ഷികളെല്ലാം, BJP NDA അല്ലാത്ത കക്ഷികൾ. അപ്പൊ ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കാണിക്കുന്ന മര്യാദകളാണ്. വെള്ളിയാഴ്ച ഇലക്ഷൻ വെക്കുന്നത് തെറ്റല്ല എന്ന് PCOR പറയുമ്പം, അത് ക്രിസ്ത്യാനിയായ PCOR പറയുമ്പോൾ, കത്തോലിക്കനായ PCOR പറയുമ്പോ വെറുതെ പറയുന്നതല്ല. 2009 എന്നാ ഇലക്ഷൻ നടന്നത്? ടീച്ചറിന് അറിയാമോ? എന്താ അറിയാമോ? ഒന്നാം തരം ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ? കത്തോലിക്കനും ക്രിസ്ത്യാനിയും പള്ളിയിൽ പോകുന്ന ദിവസം മാത്രമല്ല, കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്നത് പ്രമാണം അനുസരിച്ച് 10 പ്രമാണമാണ് ക്രിസ്ത്യാനിക്കുള്ളത്, കത്തോലിക്കേണ്ടത്. ആ പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിക്കുന്നതിന് തുല്യമാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ശുദ്ധമായി ആചരിക്കുക. അതാണ് പ്രമാണം. ആ പ്രമാണം അനുസരിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടേ? ഏതെങ്കിലും ക്രിസ്ത്യാനി ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന് പറഞ്ഞു? പറ. ഇത്രയും പേരുണ്ടല്ലോ, പറഞ്ഞു? ഏതെങ്കിലും ക്രിസ്ത്യാനി പറഞ്ഞു? അതിനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? വർഗീയതയ്ക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയും. വോട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല, ഹിന്ദുവും മുസൽമാനും ഒക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഞായറാഴ്ച വോട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? ഞാൻ വോട്ട് ചെയ്തവനാ. നേരെ രാവിലെ അരിയത്രപ്പള്ളി പോയി കുർബാനയും കണ്ടുവച്ച് അരിയത്ര വെള്ളിച്ച് അനുഗ്രഹിക്കണേ, എന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് കുടിന്ന് കുത്തി കയ്യിലോട്ട് കൊടുത്ത് ഞാൻ ജയിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ മുസൽമാന്മാർ സഹോദരന്മാർ ചെയ്യേണ്ടത് എന്താ? അവരാകപ്പാടെ 12 മുതൽ 1:30 വരെയാണ് അവരുടെ നിസ്കാരം, ജുമാ നിസ്കാരം. മുസ്ലിംകാർ പിടിക്കില്ലേ? ഉണ്ടോ? ഉണ്ടോ? പുറത്തുണ്ടല്ലോ. അതായത് 1:30 മണിക്കൂറല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണം, 2 മണിക്കൂറെടുത്ത് നിസ്കരിച്ചോണം ജുമാ നിസ്കാരം. അത് കഴിഞ്ഞ് പോയി ബൂത്ത് വോട്ട് ചെയ്യണം. 7 മണി മുതൽ 6 മണി വരെ ഇലക്ഷൻ വോട്ട് സമയം. മനസ്സിലായില്ലേ? പിന്നെ എത്ര വർഷം വോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈയിനം നാണം കെട്ട വർഗീയതയുമായി ആരും ഇറങ്ങാൻ പാടില്ല. ഇത് അപമാനമാണ്. അത് മുസ്ലിം സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ കാണിച്ച ഈ പരാതി എന്നാണ് എന്റെ പരാതി. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. വേറെ രസം അറിയാവോ നിങ്ങൾക്ക്? അതുകൂടെ പറയാം. കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പിണറായി വിജയനും ഒക്കെയാണല്ലോ പോയി പരാതി കൊടുക്കാൻ പോയ കക്ഷികൾ. ഇവർക്ക് 2 കൂട്ടർക്കും അറിയാം ഈ ഇലക്ഷൻ മാറ്റിവെക്കുന്ന പറഞ്ഞ സംഭവം ഉണ്ടാകുകയില്ല, നടക്കാത്തൊരു സംഭവം. അത് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ